എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ ദർപ്പണം എന്ന 3-ാമത്തെ അധ്യായത്തിലെ അവസാന പാഠഭാഗമായ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന പാഠഭാഗമാണ്. ഇതൊരു കഥയോ കവിതയോ അല്ല. MP വീരേന്ദ്രകുമാറിൻ്റെ ഹിമാലയൻ യാത്രാ അനുഭവമാണ് നമുക്ക് പഠിക്കുവാനുള്ള ഈ പാഠഭാഗം. 1936 കൽപ്പറ്റയിൽ ജനിച്ച MP വീരേന്ദ്രകുമാർ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, പാർലമെന്റേറിയൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. പരിസ്ഥിതി, വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹൈമവതഭൂവിൽ, രാമൻ്റെ ദുഃഖം, രോഷത്തിൻ്റെ വിത്തുകൾ, ചങ്ങമ്പുഴ, വിധിയുടെ വേട്ടമൃഗം, ആമസോണും കുറേ വ്യാകുലതകളും, ബുദ്ധൻ്റെ ചിരി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. യാത്രാനുഭവങ്ങൾക്ക് മികച്ച മാനങ്ങൾ നൽകുന്ന കൃതിയാണ് MP വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവതഭൂവിൽ. ഈ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ഹിമാലയൻ സഞ്ചാര അനുഭവമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഹൈമവതഭൂവിൽ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ള യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന പാഠഭാഗം. യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നുമാണ്. ഹിമാലയൻ പർവ്വതത്തിനും 3293 മീറ്റർ ഉയരത്തിലാണ് യമുനോത്രി സ്ഥിതി ചെയ്യുന്നത്. ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസപ്രകാരം യമുനാദേവിയുടെ ഇരിപ്പിടമാണ് ഈ യമുനോത്രി. കുറച്ചധികം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പല്ലക്കയിലായിരുന്നു ഇവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. കുതിരയുടെ പുറത്ത് കയറിയിട്ടുള്ള യാത്രയെ പോലെ തന്നെ ഈ പല്ലക്കയിലുള്ള യാത്രയും അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് വീരേന്ദ്രകുമാർ പറയുന്നത്. പല്ലക്കയിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ അവർക്ക് 3 മണിക്കൂറിലേറെ സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. മലമ്പാതയിലൂടെയുള്ള യാത്രയായിരുന്നു അവരുടേത്. ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന യമുനോത്രി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. ബന്ദർപൂജ് പർവ്വതത്തിന് സമീപത്താണ് യമുനോത്രി സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വേനൽക്കാലത്തും നല്ല തണുപ്പാണ്. ശൈത്യകാലത്താണെങ്കിൽ 0 ഡിഗ്രിയിലും താഴെയാണ് താപനില. അപ്പോൾ ഇവർ യമുനോത്രിയിലെത്തുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിലായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 2 പാരഗ്രാഫിൽ പറയുന്നത്. 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവും ആ ക്ഷേത്രം ഉണ്ടായ കഥയും ആ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് പറയുന്നത്. അത് നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. വായിക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചിലപ്പം ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ ക്ഷേത്രമുണ്ടായ കഥയും അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജയ്പൂരിലെ മഹാറാണി ഗുലാരിയെയാണ് 19-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പണിതത്. യമുനാദേവിയാണ് മുഖ്യപ്രതിഷ്ഠ. 1923 ഭൂചലനത്തിൽ തകർന്നുപോയ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിച്ചു. 1982 വീണ്ടും ക്ഷേത്രത്തിനു കേടുപാടുകൾ സംഭവിച്ചു. പിൽക്കാലത്ത് പുനരുദ്ധാരണം നടന്നു. അടുത്ത പാരഗ്രാഫിൽ യമുന നദിയുടെ ഉത്ഭവത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളിംഗ് പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിലെ സപ്തഋഷികുണ്ടിലുള്ള വിസ്തൃതമായ ഹിമാനിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. അതൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അപ്പോൾ അവിടെ ധാരാളം പർവ്വതങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരാൻ ധാരാളം ദുരന്തങ്ങളൊക്കെ സഹിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും ദുരന്തങ്ങൾ സഹിച്ച് അവിടെ എത്തിയാൽ എല്ലാം മറന്ന് നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവുമെന്നാണ് വീരേന്ദ്രകുമാർ പറയുന്നത്. മാത്രമല്ല ക്ഷേത്രം വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മളെ ആത്മീയതയുടെ ഒരു ലോകത്തേക്ക് എത്തിക്കുമെന്നുകൂടി വീരേന്ദ്രകുമാർ പറയുന്നുണ്ട്. യമുന, സരസ്വതി, ഗംഗ ഈ 3 നദികളെയും പുണ്യനദികളായിട്ടാണ് അവിടെയുള്ള ഭക്തർ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 പുണ്യനദികളും കൂടിച്ചേരുന്ന ഇടമാണ് ഭക്തർ പരിഭാവനമായി കരുതി വരുന്ന ത്രിവേണി സംഗമം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സൂര്യകുണ്ടിനെയാണ്. യമുനോത്രി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സൂര്യകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഒരു തുണിയിൽ കെട്ടി അരിയിട്ടാൽ ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് അത് വെന്തു ചോറാകുമെന്നാണ് പറയുന്നത്.
ഈ വെന്ത് കിട്ടുന്ന ചോറാണ് അവിടുത്തെ ദേവിക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഉഷ്ണജല പ്രവാഹങ്ങളിൽ അവിടെ ഏറ്റവും വിശിഷ്ടമായിട്ട് കണക്കാക്കുന്നത് സൂര്യകുണ്ഡിനെ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു അവിടെ നല്ല തണുപ്പാണ്, വേനൽക്കാലമായാലും അവിടെ നല്ല തണുപ്പാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഉഷ്ണജല പ്രവാഹ സമയത്ത് തുണിയിൽ അരിയിട്ട് കഴിഞ്ഞാൽ അത് ഒരു നേരം കഴിയണമല്ലേ, ചോറൊക്കെ ആവണമെങ്കിൽ ഒരു നേരം കഴിയണം. പക്ഷെ ആ നേരം കഴിയുന്നതിന് മുമ്പേ തന്നെ ആ അരി വെന്ത് ചോറാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ജലം അങ്ങനെ ചൂടാവുന്നതിനുള്ള ഒരു വ്യക്തമായ കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ ഒരു പാരഗ്രാഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 വരികൾ അതിനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സമൃദ്ധമായി ഗന്ധശേഖരമുള്ള ഗന്ധമാന പർവ്വത സാനുക്കളിലാണ് സൂര്യകുണ്ടും മറ്റ് ഉഷ്ണജല പ്രവാഹങ്ങളും ഉള്ളത് അല്ലേ. അപ്പം ഗന്ധകശേഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗന്ധകം എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് എന്നാണ് അർത്ഥം. അവിടെയുള്ള മണ്ണുകളിലൊക്കെ വെടിമരുന്നിൻ്റെ അംശങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളം ചൂടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ യമുനോത്രയുടെ മണ്ണിൽ വെടിമരുന്നിൻ്റെ അംശമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ജലമെന്ന് പറയുന്നത് എപ്പോഴും ചൂടുള്ളതായിരിക്കും. ഇങ്ങനെ അവിടുത്തെ മണ്ണിൽ വെടിമരുന്നിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് തന്നെയാണ് കൊടും തണുപ്പിലും ഈ വെള്ളത്തിന് മാത്രം അവിടെ ചൂട് നൽകുന്നത്. ഹിമാസമാനമായ വെള്ളത്തിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിമാസമാനമായെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ വേനൽക്കാലത്ത് പോലും കൊടും തണുപ്പാണ് എന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വെള്ളവും എങ്ങനെയായിരിക്കും? മഞ്ഞുകട്ടകൾക്ക് സമാനമായിട്ടായിരിക്കും അല്ലേ. പക്ഷേ അവിടുത്തെ മണ്ണിൽ ഈ വെടിമരുന്നിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ വെള്ളം ഏത് കാലാവസ്ഥയിലും ചൂടായിട്ട് നിൽക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എത്ര അത്ഭുതകരമാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്നാണ് MP വീരേന്ദ്രകുമാർ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ പലയിടത്തും ഇത്തരം ഉഷ്ണജല പ്രവാഹങ്ങൾ കാണാറുണ്ട്. അടുത്ത പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്. യമുനോത്രിയിൽ അസ്ഥിമുനി തപസ്സനുഷ്ഠിച്ചിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം ഗംഗയിലും യമുനയിലും സ്നാനം ചെയ്തിരുന്നു എന്നാണ് അവിടുത്തെ ആളുകളുടെ വിശ്വാസം. അപ്പോൾ അസ്ഥിമുനിക്ക് പ്രായം അധികമായപ്പോൾ ഗംഗാസ്നാനത്തിനായിട്ട് ഗംഗോത്രിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന വലിയൊരു ഗംഗാ നദി ഒരു കൊച്ചു അരുവിയായിട്ട് യമുനോത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെറിയ അരുവിയാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ ഗംഗാ നദിയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗംഗാ നദി അസ്ഥിമുനിക്ക് വേണ്ടി പ്രത്യക്ഷയായ നദിയാണ് എന്നാണ് അവിടുത്തെ വിശ്വാസം. ഈ നദി ഒഴുകുന്ന അരുവിയുടെ അടുത്തും ഭക്തർ ആരാധന നടത്തുന്നുണ്ട്. നവംബർ മാസത്തിലാണ് ഹിമം പെയ്യാൻ തുടങ്ങുക. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ് കേട്ടോ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങുന്ന കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ യമുനോത്രിയും അതിനടുത്തുള്ള പ്രദേശങ്ങളുമൊക്കെ വലിയ മഞ്ഞുകട്ടകൾക്ക് ഇടയിലാവും. അങ്ങനെ ആവുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളിലേക്ക് നോക്കിയാലും തൂവെന്മ മാത്രമേ കാണാൻ കഴിയൂ. അതായത് വെള്ള നിറത്തിലുള്ള ഹിമത്തിൻ്റെ നിറം എന്താണ്? വെള്ളയാണല്ലേ. അപ്പോൾ അത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നാണ് വീരേന്ദ്രകുമാർ പറയുന്നത്. പിന്നെ അവിടെ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തോടെ അല്ലെങ്കിൽ ഒരു മെയ് മാസത്തിൻ്റെ ആരംഭത്തിലൊക്കെ ആകുമ്പോഴേക്ക് ഈ മഞ്ഞ് കട്ടകൾ ഏറെക്കുറെ ഉരുകി തുടങ്ങും. അതോടുകൂടിയിട്ട് ഈ ശൈത്യകാലത്തിന് താൽക്കാലികമായിട്ടൊരു അവസാനം ഉണ്ടാവും. അപ്പോഴേക്കും ഭക്തജനങ്ങളെല്ലാവരും അവിടേക്ക് വന്നു തുടങ്ങും. പാവനമായി കരുതപ്പെടുന്ന അക്ഷയ തൃതീയ ദിനത്തിലാണ് ക്ഷേത്രവാതിൽ ഭക്തജനങ്ങൾക്കായിട്ട് വീണ്ടും തുറന്നു കൊടുക്കുക. ഇതിനോടനുബന്ധിച്ച് അവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്. ഇത്രയുമാണ് പാഠഭാഗം. ഇതിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് ഒരു യാത്രാ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ യാത്രാ അനുഭവം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഒരാൾ എഴുതിയൊരു മോഡൽ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു യാത്രാനുഭവം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു യാത്രാ അനുഭവത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾക്കറിയാം ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെക്കുറിച്ച്, ആ സ്ഥലത്തിൻ്റെ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ നാട്ടിലെ ആ സ്ഥലത്തെ ചരിത്രത്തെക്കുറിച്ച്, ആ സ്ഥലത്തെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ആ സ്ഥലത്തെ വിവരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ആ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് നമ്മളതിനെ വിവരിക്കുന്നതാണ് പലപ്പോഴും യാത്രാക്കുറിപ്പുകളായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെയുള്ള വീരേന്ദ്രകുമാർ ഒരിക്കൽ ഹിമാലയത്തിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം അവിടെ വെച്ച് മനസ്സിലാക്കിയ ആ സ്ഥലത്തിൻ്റെ ചരിത്രങ്ങളും
അവിടുത്തെ കാലാവസ്ഥയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കാര്യമായിട്ടും ഒരു യാത്രാ വിവരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യാത്രാ അനുഭവത്തിൻ്റെ ഘടനയാണ് നമുക്കിവിടെ നോക്കിക്കാണാനുള്ളത്. നമ്മുടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ള പേജിൽ തന്നെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നടത്തിയ ഹൃദയസ്പർശിയായ ഒരു യാത്രയുടെ ദൃശ്യാവിഷ്കാരത്തിനായി സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. മിക്കവാറും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ളത്. അതിന് പുറമേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ യാത്രാ വിവരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചുരുക്കെഴുത്ത് 3 മാർക്കിനോ 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.